അത്തരത്തിൽ ഈ പറഞ്ഞ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള സംഗതികളൊന്നും നമ്മൾ യാതൊരു വിധത്തിലുള്ള വിലയും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ അനുമാനിക്കാമല്ലോ. ഇപ്പോൾ ഇരുട്ടാണെന്ന് വേണമെങ്കിൽ അനുമാനിക്കാമല്ലോ. ആർക്കും എന്തും അനുമാനിക്കാം. അതിന് ഈ പറയുന്ന രീതിയിലുള്ള ദുർവ്യാഖ്യാനങ്ങളൊന്നും നടത്തരുതെന്ന് മാത്രമേ നിങ്ങളോട് മുന്നിൽ വെക്കാൻ. ഒരാൾ ചോദിച്ചാൽ അത് നിങ്ങളുടെ അനുമാനം മാത്രമാണ്. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വൻ ഭൂരിപക്ഷത്തിൽ ഹാട്രിക് ഭരണത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ അധികാരത്തിൽ വരും. നഗരസഭാ ചെയർമാനാകുമെന്നും അതുകൊണ്ട് അല്ല, അത് തീർത്തും അത് തെറ്റായ ഒരു വാർത്തയാണ്. പാർട്ടിയാണ് ആരാണ് ചെയർമാനാവേണ്ടത്, ആരാണ് മറ്റ് സ്ഥാനങ്ങൾ വഹിക്കേണ്ടത് എന്ന് പാർട്ടിയുടെ ഉന്നതരാണ് തീരുമാനിക്കുന്നത്. ഞാനിപ്പോൾ ചെയർമാൻ സ്ഥാനത്തേക്കല്ല മത്സരിക്കുന്നത്. പട്ടിക്കരയിലെ സാധാരണക്കാരെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് ഞാൻ. പട്ടിക്കരയിലെ ജനങ്ങൾക്കൊരു ഓഫർ ഇവിടെ വെച്ച് കഴിഞ്ഞു. നാളെ തന്നെ അടുത്ത 5 വർഷത്തേക്കുള്ള കൗൺസിലർ ഓഫീസ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. മുഴുവൻ സേവനങ്ങളും നഗരസഭയിലേക്ക് വരാതെ തന്നെ പട്ടിക്കരയിലെ ഈ ഒരു പ്രദേശത്ത് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കുമെന്നുള്ള വാഗ്ദാനമാണ് ജനങ്ങളുടെ മുമ്പിൽ. കഴിഞ്ഞ ഈ പ്രചരണം തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒരു കത്തും അത് വലിയ വാർത്തയായി താങ്കൾ. അല്ല, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് ഇത്തരത്തിലുള്ള സംഗതികളൊന്നും നമ്മൾ തീരെ വില കൊടുക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിനുള്ള ഉത്തരമാണ് എൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശിവരാജേട്ടൻ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഏറ്റവും ശക്തരായിട്ടുള്ള ഈ പറയുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾ എൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. അതൊന്നും ഇവിടെ വിഷയമല്ല. ഒന്നും പറയാത്ത ഒരാളാണ് താങ്കൾ. പ്രത്യേകിച്ച് നിഷ്കളങ്കമായി ആണ് ഈ ഇത്തരത്തിൽ ഈ പരാതി ഇപ്പോൾ ഉണ്ടായെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പാദം മുന്നോട്ടാണ്, ഞാൻ പിന്നോട്ട് നോക്കാറില്ല. എൻ്റെ പാത മുന്നോട്ടാണ്. ഈ വാർഡിൻ്റെ വികസനമാണ്, ഈ നഗരത്തിൻ്റെ വികസനമാണ്. അത് അല്ല, അതായത് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഞാൻ അത്തരത്തിൽ നിങ്ങൾ പറയുന്ന ആ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ വാർത്ത നിങ്ങളെല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ വാർത്തയോട് പ്രതികരിക്കുന്നത് വളരെ വ്യക്തമാണ്. നിങ്ങളുടെ കരുതലിനും നിങ്ങളുടെ സ്നേഹത്തിനും ഞാൻ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. അത് അങ്ങനെ, അതായത് പാർട്ടി എനിക്ക് ഒരു പരാതിയുമില്ല, ഒരു പരാതി. എനിക്ക് എല്ലാവരോടും സ്നേഹവും ബഹുമാനം മാത്രമേ ഉള്ളൂ. എനിക്ക് ഞങ്ങളാണ് BJP, ഞങ്ങൾക്ക് ഈ പട്ടികയിലുള്ള BJP ഞങ്ങളാണ്, ഞങ്ങൾക്ക് കൃഷ്ണദാസിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി RSSലേക്ക് പോകുമ്പോൾ അത് ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിനെങ്കിലും ഇല്ല. എനിക്ക് ഒരു പരാതിയുമില്ല. ആ ചോദ്യം ചോദിക്കേണ്ടത് ഇവിടുത്തെ എനിക്ക് ചിഹ്നം അനുവദിച്ചു തരാൻ പോകുന്ന ബഹുമാന്യനായിട്ടുള്ള പാലക്കാട് ജില്ലാ അധ്യക്ഷനോടാണ്. ഈ ചോദ്യം ചോദിക്കേണ്ടത് ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ അവറുകളോടാണ്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ മത്സരിക്കുക എന്നതല്ലാതെ എനിക്ക് മറ്റ് പോംവഴികളൊന്നും എൻ്റെ മുമ്പിൽ. സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് അങ്ങയുടെ പേര് വരുന്നത് മുതൽ തന്നെ ഒരു വിഭാഗം വലിയ രീതിയിൽ അത് വരാതിരിക്കാൻ വേണ്ടി ഒരു നീക്കം നടത്തിയെന്നൊക്കെ പറയപ്പെടുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അനുമാനിക്കുന്ന കുറേ സംഗതികളുണ്ട്. അത് ഞാൻ പറയുന്നത് അതിന് ഞാൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അത് എൻ്റെ പിന്നിൽ നിൽക്കുന്ന ശക്തരായ ഈ സംഘടനയുടെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളുകളാണ് ആ ചോദ്യത്തിനുള്ള മറുപടി. അതാ അവര് ഒരു സാഹചര്യം ഇവിടെ BJPയിൽ രൂപപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്കോ അല്ലെങ്കിൽ ബാക്കി പൊതുജനങ്ങൾക്കോ ഇന്ന പോലെ എന്ന് അനുമാനിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളില്ലേ? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ അനുമാനിക്കാമല്ലോ. ഇപ്പോൾ ഇരുട്ടാണെന്ന് വേണമെങ്കിൽ അനുമാനിക്കാമല്ലോ. ആർക്കും എന്തും അനുമാനിക്കാം. അതിനൊന്നും വസ്തുതയില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിലൊന്നും വസ്തുതയില്ല. ഇനി എന്തെങ്കിലും വിധത്തിലുള്ള വസ്തുതയുണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ പോലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഇവിടുത്തെ കാര്യകർത്താക്കന്മാരെ ബാധിക്കുന്ന വിഷയമല്ല, ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ചെയർപേഴ്സണായിട്ടുള്ള പ്രമീള ശശിധരൻ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു പട്ടികയാണ് BJP ഇത്തവണ പുറത്തുവിട്ടിരിക്കുന്നത്. അതും കൃഷ്ണകുമാർ പക്ഷത്തിന് വേണ്ടി, അവരുടെ സംഘടന പിടിക്കാൻ വേണ്ടി കൃഷ്ണകുമാർ പക്ഷം തയ്യാറാക്കിയുള്ള പട്ടികയാണെന്ന് അവരൊരു പ്രതികരണം നടത്തുകയും ചെയ്തു. അവര് പറയേണ്ടത് അവർ പറഞ്ഞു, ഞാൻ പറയേണ്ടത് ഞാൻ പറയും, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.